അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു നാടൻ വിഭവമാണെന്ന് തന്നെ പറയാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണ്. പക്ഷേ ഇതൊരു നോൺ വെജിറ്റേറിയൻ ചമ്മന്തി. ഇത് ഉണക്കമീൻ ചമ്മന്തി. ഉണക്കമീൻ കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് വളരെ എളുപ്പമാണ്. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും, ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉണക്കമീൻ 4-5, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, എണ്ണ വറുക്കാൻ ആവശ്യമായത്. ഇനി അരപ്പിന് വേണ്ട ചേരുവകൾ: വറ്റൽമുളക് 12 എണ്ണം, വെളുത്തുള്ളി 6 ചെറിയ അല്ലി, ഇഞ്ചി 1 ചെറിയ കഷ്ണം, സവാള 1 ചെറുത് അരിഞ്ഞത്, തേങ്ങ ചിരകിയത് 2 കപ്പ്, പുളി 1 ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ചമ്മന്തി തയ്യാറാക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് വറ്റൽമുളക്, ഒരു 12 വറ്റൽമുളക് ഒന്ന് വറുത്തെടുക്കാം. വറുത്ത വറ്റൽമുളകാണ് നമ്മളുടെ ചമ്മന്തിക്ക് ആവശ്യം. 12 വറ്റൽമുളക്. അപ്പോൾ ആദ്യം അതൊന്ന് വറുത്ത് മാറ്റാം. എന്നിട്ട് നമ്മളുടെ ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ ഇത് നല്ല എന്താ പറയുക, ഈ ശരിക്കും ഒരു ഉണക്കമീൻ്റെ രുചി കിട്ടുന്ന ഉണക്കമീനായിരിക്കണം. ഈ അയല പോലെയുള്ള അങ്ങനത്തെ ഉണക്കമീൻ, അയല ഉണക്കിയത്, അങ്ങനത്തെ ചെറിയ മീനുകൾ എന്തെങ്കിലും. അപ്പോൾ അതൊന്ന് വറുക്കുകയും വേണം. അപ്പോൾ അതിനെ കഷ്ണങ്ങളാക്കി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട്, ഉപ്പ് ആവശ്യമുണ്ടോ ഇല്ല നോക്കിയിട്ട് ചേർത്താൽ മതി. കുറച്ച് നേരം ഈ ഉപ്പ് കൂടുതലായിരിക്കും സാധാരണഗതിയിൽ ഉണക്കമീൻ. അത് ഇച്ചിരി നേരം വെള്ളത്തിലിട്ട് കുതിർത്ത്, അപ്പോൾ കുറേ ഉപ്പൊക്കെ പോകും. എന്നിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ പിന്നെ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുമ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ചേർക്കണം. ആ രീതിയിലൊന്ന് മാറിനേറ്റ് ചെയ്തിട്ടാണ് വറുക്കേണ്ടത്. നമ്മുടെ വറ്റൽമുളകിലൊരു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഡ്രൈ റോസ്റ്റ് വേണ്ട, ഇച്ചിരി എണ്ണയിൽ വറുത്ത് മാറ്റും. അപ്പം നമ്മളുടെ വറ്റൽമുളക് ഒന്ന് മൂത്ത് കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ വറുത്ത മുളക് മാറ്റാം. ഇത് നമ്മളുടെ ചമ്മന്തിയുടെ അരപ്പിന് വേണ്ട ആ കൂട്ടിൻ്റെ കൂടെ ചേർക്കാനാണ് ഈ വറ്റൽമുളക്. അപ്പോൾ നമ്മളുടെ അയല അയലക്കരുവാടെന്ന് പറയും. അത് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളായി മുറിച്ചതാണ്. ഇതിപ്പോൾ ഒരു 4 അയലയുണ്ട്. ഇനി ഇതിലേക്ക് എന്താ ചെയ്യാം? ഞാൻ ചട്ടിയിൽ തന്നെ വെച്ചിട്ട് മസാല പുരട്ടാൻ പോവാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിനോടൊപ്പം മുളക് പൊടിയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എങ്കിലും നമുക്കൊരു 2 ടീസ്പൂൺ വരെ ആകാം, 2 or 3 ആകാം. എന്നിട്ടൊന്ന് പുരട്ടി എന്തായാലും നല്ല മസാല പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ 2 or 3 ടീസ്പൂൺ, അതായത് ഏകദേശം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇതിൽ ഉപ്പ് ആവശ്യത്തിനില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. എന്തായാലും ഇച്ചിരി നേരം മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ മീൻ കഷ്ണങ്ങളൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് വറുത്ത് മാറ്റാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞു. നമ്മൾ മീനിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. ഒരു 15 മിനിറ്റ് സമയം മാറ്റി വെച്ചു. ഇനി അടുപ്പ് കത്തിക്കാം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ, എണ്ണ നല്ല ചൂടാകട്ടെ. ഇതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ, ഉണക്ക അയലയുടെ കഷ്ണങ്ങളിട്ട് തിരിച്ചും മറിച്ചുമിട്ട് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഒരുപാട് മൂക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഒന്ന് വേഗണം. ആ മസാലയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്താൽ മതി. എണ്ണ ചൂടായി കഴിഞ്ഞു. ഒരല്പം കുറച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ പീസസും നമുക്ക് എണ്ണയിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു സൈഡ് പാകത്തിന് മൂക്കട്ടെ, എന്നിട്ട് തിരിച്ചിടാം. അപ്പോൾ ഇത് പാകത്തിന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇച്ചിരി ഒന്ന് തണുക്കാൻ സമയം കൊടുത്തിട്ട് ആ മുള്ളിൽ നിന്നും മീനിൻ്റെ പീസസ് എല്ലാം, കഷ്ണങ്ങളെല്ലാം ഇളക്കി മാറ്റണം.
അപ്പോൾ മീൻ വറുത്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്കതിൻ്റെ ചമ്മന്തിയുടെ അരപ്പ് തയ്യാറാക്കാം. തേങ്ങ ഒരു 1.5 മുതൽ 2 കപ്പ് വരെ ആകാം ചിരകിയത്. അതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത്, പിന്നെന്താ വേണ്ടത്, ഒരു 6 അല്ലി വെളുത്തുള്ളി, ചെറിയ അല്ലി വെളുത്തുള്ളി. പിന്നെ വേണ്ടത് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ചെറിയ പീസസ് ആക്കിയത്. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി, പിന്നെ കറിവേപ്പില. ഇത്രയും കാര്യങ്ങൾ തരിതരിപ്പായിട്ട്, ഇപ്പോൾ ചമ്മന്തി എന്ന് പറഞ്ഞാൽ പേസ്റ്റ് പോലെ അരയ്ക്കണ്ട, ഒരു റഫായിട്ടുള്ളൊരു എന്താ പറയുക, കോഴ്സായിട്ട് തരിതരിപ്പായിട്ട് നമ്മളിങ്ങനെ തോരൻ്റെ ഒരു പാകം ഇച്ചിരി കൂടെ എന്ന് പറയാം, ആ രീതിയിലൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ബൗളിൽ വെച്ച് 2 ബീറ്റിംഗ് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് റെഡിയാകും. പിന്നെ ഇച്ചിരി ഉപ്പും കൂടി വേണം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഒരു 12 എണ്ണം ഉണ്ട്, അതും കൂടി വേണം ഇതിൻ്റെ കൂടെ ചേർക്കാൻ. അപ്പോൾ തേങ്ങയുടെ കൂടെ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുന്നത്, ചതച്ചെടുക്കുന്ന പോലെ എടുക്കുക. അപ്പോൾ ഇത് റെഡിയാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളുടെ അരപ്പ് ഇവിടെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചമ്മന്തിയുടെ അരപ്പാണിത്, നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ദേ മീൻ കറക്റ്റ് പാകത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ്, മീൻ ഫ്രൈ ചെയ്തത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോകുന്നു. പിന്നെ ഇതിൻ്റെ അരപ്പ് കുറച്ച് ബാക്കി അതിൽ പറ്റിയിരിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഈ ചമ്മന്തിയുടെ ആ കൂട്ട് ഇട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്, അല്ലാതെ ഇത് അടുപ്പിൽ വെച്ച് വഴറ്റുന്നൊന്നുമില്ല. മീൻ വറുത്തതിൻ്റെ അരപ്പ് എന്തേലും പാത്രത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ എടുക്കുകയാണ്, അത്രേ ഉള്ളൂ. ഇനി അത് വീണ്ടും തിരിച്ച് നമ്മൾ ഇടുന്ന പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. ഇനി ചെയ്യാനുള്ള കാര്യം, ഈ മീനിൻ്റെ കഷ്ണങ്ങൾ ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് പീസസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണം. അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് തണുക്കട്ടെ. വറുത്തെടുത്ത് ഉണക്കമീൻ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പീസസ് എല്ലാം ഇളക്കിയെടുത്തിട്ട് നമ്മൾ ഈ ചമ്മന്തി എങ്ങനെയാണ് ഫൈനൽ മിക്സിങ് ഒന്ന് കാണാം. അപ്പോൾ നമ്മളുടെ വറുത്ത ഉണക്കമീൻ അതിൻ്റെ മുള്ളെല്ലാം മാറ്റി ഞാൻ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വെച്ച് കഴിഞ്ഞു. നമ്മളുടെ അരപ്പ് ഇവിടെ റെഡിയാണ്. ഇനി എന്താ ചെയ്യേണ്ടത്, ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അത് കൈ കൊണ്ട് യോജിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ 2 കാര്യങ്ങളും കൂടി ഒന്നിച്ചാക്കി യോജിപ്പിക്കണം. ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് വളരെ സ്വാദുള്ളൊരു ചമ്മന്തിയായിട്ട് മാറും. അപ്പോൾ ഇത് റോ ചമ്മന്തിയാണ്, അതായത് വഴട്ടുക അങ്ങനെയുള്ള ഒരു പരിപാടിയില്ലല്ലോ. ഇത് നമ്മൾ വേറെ താളിക്കലും പരിപാടിയും ഒന്നുമില്ല. നല്ല പച്ചയ്ക്ക് നമ്മുടെ ഒരു പച്ച ചമ്മന്തി ഇല്ലേ, അതുമാതിരി തന്നെയാണ്. പക്ഷെ അതിനൊരു ഫ്ലേവറുണ്ട്, ഒരു ഉണക്കമീൻ്റെ സ്വാദും കൂടി ഇറങ്ങിയ ഒരു ചമ്മന്തി. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി വേറൊന്നുമില്ല, വിളമ്പുന്ന പാത്രത്തിൽ മാറ്റും. അങ്ങനെ നമ്മളുടെ ഉണക്കമീൻ ചമ്മന്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ സ്വാദാണ്. നല്ല വേവിച്ച കപ്പയുടെ കൂടെ, വേറെ ഒന്നും വേണ്ട, വെറുതെ ഉപ്പിട്ട് വേവിച്ച കപ്പയുടെ കൂടെ ഈ ചെണ്ടമുറിയൻ പോലെ ഇങ്ങനെ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വേവിച്ചതിൻ്റെ കൂടെ ഈ ഉണക്കമീൻ ചമ്മന്തിയും കൂട്ടി കഴിച്ചാൽ പിന്നെ വേറെ ഒന്നും വേണ്ട, ഒരു കട്ടൻ ചായയും കൂടി ആകാം. പിന്നെ അതൊരു കാര്യം, ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് പറഞ്ഞാൽ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് കഞ്ഞിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അതൊരു എന്താ പറയേണ്ടത്, ഇത് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ കാര്യമാണ്. ഈ ഒരു കാര്യം മാത്രം മതി, വേറെ ഒന്നും വേണ്ടി വരില്ല കഴിക്കാൻ. നല്ല ചൂട് ചോറാണെങ്കിൽ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ ദോശയോ ചപ്പാത്തിക്കകത്ത് വെച്ചോ ഒക്കെ കഴിക്കാൻ സാധിക്കും. എന്തായാലും ഉണക്കമീൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പോലും ഒരു പക്ഷേ ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി ഉണക്കമീൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾക്ക് സാധാരണ ഫിഷ്, പച്ചമീൻ തന്നെ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ പൊടിച്ച് ഇതിൻ്റെ കൂടെ യോജിപ്പിച്ച് ഇങ്ങനെ ചെയ്ത് നോക്കുക. അത് വ്യത്യസ്തമായ മറ്റൊരു രീതിയായിരിക്കും. എങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിൽ നോക്കാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഉണക്കമീനിൽ തന്നെയാണ്. അതായിരിക്കും കൂടുതൽ നല്ലത്. മറ്റതും ആകാം. എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത്
എഗ്ലെസ് കുക്കർ കേക്കാണ്. മുട്ട ചേർക്കാത്ത ഒരു കേക്ക് കുക്കറിൽ എങ്ങനെ തയ്യാറാക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രേക്ഷക എന്നോട് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ആ ഒരു എന്നോട് വിളിച്ച് ചോദിച്ച ആ പ്രേക്ഷകയ്ക്കായിട്ടാണ് ഞാൻ സത്യത്തിൽ ഈ ഒരു കേക്ക് തയ്യാറാക്കി കാണിച്ചത്. എന്തായാലും അവർക്ക് സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിനോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതുകൊണ്ട് ഗുണമുണ്ടാകട്ടെ. എന്തായാലും രണ്ടാമത് കാണിച്ചതും വളരെ നാടനായിട്ടുള്ള നമുക്ക് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഉണക്കമീൻ ചമ്മന്തി. സാധാരണക്കാരുടെ വിഭവങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.